പെഹൽഗാമിലെ ഞെട്ടിപ്പിക്കുന്ന നെരിപ്പോടിന്റെ കഥകൾ, കണ്ണീരിന്റെ കഥകൾ, ചോരയുടെ കഥകൾ. അപ്പോഴാണ് ഇതിന്റെ അടിയിൽ, ഏറ്റവും അടിയിൽ നിങ്ങൾക്ക് ഒരു പടം കാണാം. ഇതാ ഈ ഭാഗത്തുള്ള പടം എല്ലാവരും കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. പെഹൽഗാമിലെ പടമല്ല അത് കേട്ടോ. മാതൃഭൂമി, എനിക്ക് തോന്നുന്നത് മാതൃഭൂമി വളരെ മനഃപൂർവ്വം ചെയ്ത ഒരു കാര്യമാണ്. അതായത് നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ പറയാതെ ഒരു പ്രവർത്തനത്തെ എന്താ പറയാ വിമർശിക്കാൻ വേണ്ടിയിട്ട് പ്രകടമായി വാക്കുകളെ കൊണ്ട് വിമർശിക്കാതെ നമ്മൾ ചില ജസ്റ്റേഴ്സിനെ കൊണ്ട്, ചില ആംഗ്യ വിക്ഷേപങ്ങളെ കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ചില പ്രത്യേക ആക്ഷനുകളെ കൊണ്ട് അതിനെ നമ്മൾ വിമർശിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു മാതൃഭൂമി വളരെ കൃത്യമായി ഇന്നലെ നടന്ന AKG എന്താ പറയാ CPM-ന്റെ പുതിയ മന്ദിരമുണ്ടല്ലോ, AKG മന്ദിരം, 9 നിലകളുള്ള ശീതീകരിച്ച, അതായത് AKG ഭവൻ 2 എന്ന് പറയുന്ന പിണറായി, ഇത് സാധാരണ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടത് പിണറായി ഫാൻസ് അസോസിയേഷന്റെ കെട്ടിടമാണെന്നാണ് പറയുന്നത്. ഇത് AKG ഭവൻ ഒന്നല്ല. AKG എങ്ങാനും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ AKG എന്താ പറയാ പിണറായി വിജയന്റെ നടുപ്പുറമും കടപ്പുറമായിരുന്നു AKG ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ. കാരണം AKGയുടെ പേര് വെച്ചിട്ട് ഇപ്പോഴവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പിണറായി ഫാൻസുകാരുടെ ഒരു കെട്ടിടം എന്നുള്ള രീതിയിലാണ് ഇന്നത് അവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. ഏതായാലും ഈ പറയുന്ന കണ്ണീരിന്റെ ഇടയിൽ, ആകുലതയുടെ ഇടയിൽ, അല്ലെങ്കിൽ ഈ രാജ്യമാകെ വിങ്ങിപ്പെട്ടുമ്പോൾ കേരളത്തിൽ നടന്നത് CPM-ന്റെ ഒരു ആഹ്ലാദ മുഹൂർത്തം. CPM അവരുടെ AKG സ്മാരക മന്ദിരം അത് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ആ വാർത്തയാണ് ഈ പറയുന്ന കാശ്മീരിലെ ഈ കണ്ണീർ കഥകളുടെ, ഈ കണ്ണീർ റിപ്പോർട്ടുകളുടെ, രക്തം കിനിയുന്ന റിപ്പോർട്ടുകളുടെ ഇടയിൽ മാതൃഭൂമി വളരെ കൃത്യമായ പടവും കൂടി ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. സഖാക്കൾ ഇത് കണ്ട് നാണിക്കണം. സഖാക്കൾ നാണിക്കില്ല. നാണം വേണ്ടേ? നാണം ഉണ്ടാവണ്ടേ? പിണറായിക്കൊക്കെ നാണം ഉണ്ടായിരുന്നെങ്കിൽ എന്നോ രാജിവെച്ച് സ്ഥലം കാലിയാക്കുമായിരുന്നില്ലേ? ഈ പടത്തിന്റെ ടൈറ്റിൽ ഇങ്ങനെയാണ്, ക്യാപ്ഷൻ ഇങ്ങനെയാണ്: തിരുവനന്തപുരത്ത് CPM സംസ്ഥാന സമിതിയുടെ പുതിയ ആസ്ഥാന മന്ദിരമായ AKG സെന്ററിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുന്നു. CPM ജനറൽ സെക്രട്ടറി MA ബേബി, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തുടങ്ങിയവർ സമീപം. ഈ പടത്തിന്റെ മറ്റൊരു ഏറ്റവും രസകരമായ, നിങ്ങൾ എല്ലാവരും കാണുന്നുണ്ട് തോന്നുന്നേ, ഈ പടത്തിന്റെ ഒരു രസം എന്ന് പറഞ്ഞാൽ, ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് പിണറായിയാണ്. കാരണം പിണറായി ഫാൻസുകാരുടെ, പിണറായി അടിമകളുടെ ഒരു മന്ദിരമാണല്ലോ AKG ഭവൻ, അല്ലെങ്കിൽ AKG എന്ന് പറയാ AKG സെന്റർ. രണ്ടാമത്തെ സ്മാരകം. ആദ്യത്തെ നമ്മുടെ പഴയ AKG സെന്റർ ഉണ്ട്, അതല്ലാത്ത പിണറായിയുടെ ഒരു AKG സെന്റർ, പിണറായിയുടെ സ്വന്തം വക ഒരു AKG സെന്റർ. അത് ഉദ്ഘാടനം ചെയ്യുന്നത് പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. കാരണം പിണറായി അല്ലാതെ മറ്റൊരാളില്ലല്ലോ. പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബി നിൽക്കുന്നത് കണ്ടാൽ ഈ MA ബേബിക്ക് പിന്നെ ജീവിച്ചിരിക്കണോ? നിങ്ങൾ നോക്കുക. അതായത് പിണറായി വിജയൻ നാളെ കുറിച്ച് ഉദ്ഘാടനം ചെയ്യുമ്പോൾ പിന്നില് ഈ അടിമക്കമ്മികളുടെ ഇടയിൽ തിങ്ങി ഞെരുങ്ങിയിട്ടുണ്ട് ബേബി സഖാവ് നിൽക്കുന്നത്. ഏത് പഴയ ബേബി സഖാവ് അല്ല, പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ഈ പിണറായി നാട് മുറിക്കുന്ന സമയത്ത് അന്തംഗമ്മികളുടെ ഇടയിൽ ഇങ്ങനെ കൂനി കൂടി ഇങ്ങനെ നിൽക്കുകയാണ്, തല ഇങ്ങനെ പൊന്തിച്ചോക്കുന്നുണ്ട്. കഷ്ടം എന്നല്ലാതെ എന്ത് പറയാനാണ്? ഇതാണ് CPM എന്ന് പറഞ്ഞാൽ CPM-ന് ഒരു നേതാവേ ഇന്നുള്ളൂ, പിണറായി വിജയന്റെ മുന്നിൽ MA ബേബി എന്ന് പറയുന്ന ദേശീയ ജനറൽ സെക്രട്ടറിക്ക് പുല്ലിന്റെ വിലയാണ്, പുല്ലുവില. മുന്നിൽ വരാൻ ധൈര്യമില്ല. സോഷ്യൽ മീഡിയയിൽ കണ്ട ഏറ്റവും രസകരമായ ഒരു കമന്റ് എന്താണെന്ന് അറിയോ? അതായത് ഒരു ഇടവക, എങ്ങനെയാണ് പറയുന്നത്, ഒരു ഇടവക പള്ളി വെഞ്ചരിക്കാൻ വേണ്ടിയിട്ടുള്ള ആ സദസ്സിലേക്ക് മാർപ്പാപ്പ വന്നാൽ, അതായത് മാർപ്പാപ്പ സന്നിഹിതനായ ഒരു ഇടവക പള്ളിയിലെ വെഞ്ചരിപ്പ് ആ ഇടവകയിലെ വികാരി നിർവഹിക്കുമ്പോ എങ്ങനെ ഉണ്ടാവുന്നു? ഇടവക പള്ളിയിലെ വെഞ്ചരിപ്പ് ആ ഇടവകയിലെ വികാരി നിർവഹിക്കുകയാണ്. പക്ഷെ ആ വേദിയിൽ മാർപ്പാപ്പ വന്നാൽ എങ്ങനെ ഉണ്ടാവുന്നു? അപ്പൊ മാർപ്പാപ്പക്ക് അവിടെ ഒരു പ്രസക്തിയുമില്ല. കാരണം ഇടവകയിലെ വികാരിയായിരിക്കും കാര്യങ്ങൾ ചെയ്യുക. ഇടവകയിലെ വികാരിയാണ് വലിയ ആള്. മാർപ്പാപ്പയേക്കാൾ വലിയ ഇടവക വികാരി ഉണ്ടല്ലോ, അതായത് MA ബേബിയേക്കാൾ വലിയ പിണറായി വിജയൻ. ആ രീതിയിലാണ്
ആ രീതിയിലാണ് ഇവിടെ ശരിക്കും മാതൃഭൂമി ശരിക്കും പിണറായി വിജയന്റെയും അന്തംഗമികളുടെയും തലക്കെട്ട് അണ്ണാക്കിൽ കൊടുത്തിരിക്കുകയാണ്. ഇതാ ഈ പടം, ഈ പറയുന്ന ഈ സൈഫുള്ള കസൂരിയുടെ പടം, ഈ നിലവിളിക്കുന്ന നമ്മുടെ ഹിമാൻഷിയുടെ പടം, അതായത് ആ മധുവിധ് നാളിൽ കൊല്ലപ്പെട്ട നമ്മുടെ എന്താ പറയാ നർവാളിന്റെ, വിനയ് നർവാളിന്റെ ഭാര്യയുടെ പടം, പിന്നീട് നമ്മുടെ രാമചന്ദ്രൻ നായരുടെ മൃതദേഹം, സ്വദേശിയൻ രാമചന്ദ്രന്റെ മൃതദേഹം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയപ്പോൾ അവിടെ നേതാക്കന്മാരൊക്കെ ഒത്തുകൂടിയ പടം. ഇതാണ് നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ ചൊവ്വാഴ്ച വിനോദ സഞ്ചാരികൾക്ക് നേരെയുണ്ടായ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട നാവികസേനാ ഉദ്യോഗസ്ഥൻ ലഫ്റ്റനന്റ് വിനയ് നർവാളിന്റെ മൃതദേഹത്തിനരികിൽ ഭാര്യ ഹിമാംഷി. അങ്ങനെ കൊല്ലപ്പെട്ടത് 26 പേർ, രാജ്യമൊപ്പമുണ്ട്. അങ്ങനെയുള്ള ഞാൻ പറയില്ലേ, തീപിടിച്ച വാർത്തകൾ, തീപിടിച്ച കണ്ണീരിന്റെ നനവുള്ള രക്തത്തിന്റെ പശ്ചിമയുള്ള വാർത്തകൾക്കിടയിലാണ് നമ്മുടെ പിണറായി വിജയന്റെ ഈ പറയുന്ന എന്താ പറയാ പിണറായി വിജയന്റെ വെടിപൊട്ടിക്കൽ, ഈ എ.കെ.ജി സെന്ററിന്റെ ഉദ്ഘാടനം നടത്തുന്നത്. എന്ത് നാണക്കേടാണെന്ന് ആലോചിച്ച് നോക്കണേ, എന്ത് നാണക്കേട്. ആ നാണക്കേട് ജനങ്ങളെ മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, ഇങ്ങനെ നാണം കെട്ടൊരു പാർട്ടി ഉണ്ട് എന്നറിയിക്കാനാണ് മാതൃഭൂമി ഈ പറയുന്ന ഈ വാർത്തകളുടെ ഇടയിൽ ഈ പടം തിരികെ കയറ്റിയത്. ഇനി നിങ്ങൾക്ക് ഒരു കാര്യം കൂടി ഞാൻ കേൾപ്പിച്ചിട്ട് ഈ ആദ്യത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. നമ്മുടെ ശക്തിധരൻ ഈ ഒരു എ.കെ.ജി സെന്ററിന്റെ ഉദ്ഘാടനം സംബന്ധിച്ച് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നേ. അരപ്പട്ടിണിക്കാരായ ആശാവർക്കർമാരുടെ കണ്ണീരൊപ്പാൻ ശക്തിധരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്, ഏറ്റവും പുതിയ ഫേസ്ബുക്ക് പോസ്റ്റ്, പിണറായിയുടെ തോന്നിയാസം. ശക്തിധരൻ ശരിക്ക് പിണറായി, സാധാരണ ശക്തിധരന്റെ ഓരോ ഫേസ്ബുക്ക് പോസ്റ്റും പിണറായിയുടെ നെഞ്ചത്തും മണ്ടക്കൊക്കെ ഇട്ട് അടിക്കുന്ന അടികളാണ്. ഇന്ന് ശരിക്കും അണ്ണാക്കിലിട്ട് പൊട്ടിക്കുകയാണ് ശക്തിധരൻ ചെയ്തത്. ശക്തിധരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: അരപ്പട്ടിണിക്കാരായ ആശാവർക്കർമാരുടെ കണ്ണീരൊപ്പാൻ മനസാക്ഷി കാണിക്കാത്ത ലക്ഷക്കണക്കിന് അഗതികൾക്കുള്ള ക്ഷേമ പെൻഷനുകളുടെ വർഷങ്ങളുടെ കുടിശ്ശിക ഭാഗികമായെങ്കിലും കൊടുത്ത് ആ പാവങ്ങളുടെ അരവയറിന്റെയെങ്കിലും വിശപ്പ് തെല്ലെങ്കിലും ആശ്വസിപ്പിക്കാൻ തോന്നാത്ത മുഖ്യമന്ത്രിയാണ് പാവങ്ങളുടെ പടത്തലവന്റെ ഓർമ്മകൾ സാക്ഷി നിർത്തി ഇന്നലെ നിസ്സങ്കോചം ഇങ്ങനെ പ്രഖ്യാപിച്ചത്. പാവങ്ങളുടെ പടത്തലവന്റെ ഓർമ്മകൾ. എന്റെ പിണറായി, എ.കെ.ജിയുടെ പേരിലുള്ളൊരു സ്മാരകമാണ് നിങ്ങൾ ഈ രാജ്യമാകെ നെഞ്ചത്തടിച്ച് നിലവിളിക്കുന്ന നാളിൽ എ.കെ.ജിയെ കൂടിയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് അറിയോ? എ.കെ.ജിയെ കൂടിയാണ് നിങ്ങൾ ഇവിടെ കുരുതി കൊടുക്കുന്നത്. എ.കെ.ജിയുടെ ഓർമ്മകളെയാണ്, ആ ഓർമ്മകളുടെ മുന്നിലേക്കാണ് നിങ്ങൾ കാർക്കിച്ച് തുപ്പുന്നത് കേട്ടോ പിണറായി. എ.കെ.ജി കഴിഞ്ഞ മാർച്ച് 22-ന്, കഴിഞ്ഞ മാസം 22-നായിരുന്നു എ.കെ.ജിയുടെ 48ാമത് ചരമവാർഷിക ദിനം. ആ ചരമവാർഷിക ദിനത്തിൽ ദേശാഭിമാനിയിൽ നമ്മുടെ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ എഴുതിയ ഒരു ഓർമ്മക്കുറിപ്പുണ്ടായിരുന്നു. ആ ഓർമ്മക്കുറിപ്പിൽ ഒരിടത്ത് എം വി ഗോവിന്ദൻ തന്നെ പറയുന്നുണ്ട്. അതിൽ എ.കെ.ജി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എ.കെ.ജിയുടെ വാക്ക് എന്താണ്? എ.കെ.ജിയുടെ ഒരു പരാമർശം. എ.കെ.ജി പറയുന്നത്, ഞാൻ വേദന കൊണ്ട് പുളയുമ്പോഴും വേദനിക്കുന്ന തൊഴിലാളികളുടെ വേദന മാറ്റാൻ ഞാൻ മുന്നിട്ടിറങ്ങും എന്ന് പറഞ്ഞ ജനകീയ നേതാവായിരുന്നു എ.കെ.ജി എന്ന് എം വി ഗോവിന്ദൻ ആ ദിവസം കഴിഞ്ഞ മാർച്ച് 22-ന് ദേശാഭിമാനി പത്രത്തിൽ തന്നെ എം വി ഗോവിന്ദൻ എഴുതിയിരുന്നു. അതായിരുന്നു എ.കെ.ജി. അതായത് തനിക്ക് വേദനയുണ്ടെങ്കിലും, താൻ വേദന അനുഭവിക്കുകയാണെങ്കിലും ആ വേദന മറന്നുകൊണ്ട് തൊഴിലാളികളുടെ വേദന മാറ്റാൻ വേണ്ടി ഞാൻ ഇറങ്ങിത്തിരിക്കും. പിണറായി വിജയ, ആശാവർക്കർമാർ 3 മാസത്തോടടുക്കുന്നു പട്ടിണി സമരം നടത്തുകയാണ്. തൊഴിലാളികളാണ്. ഒരു ദിവസം 232 രൂപക്ക് ജോലി ചെയ്യുന്ന പാവപ്പെട്ട സ്ത്രീകൾ, അമ്മമാർ, സഹോദരിമാർ, അവരുടെ വേദന കാണാതെ നിങ്ങൾ എ.കെ.ജിയുടെ പേരിലുള്ള ഈ രമ്യഹർമ്മ്യം ഉദ്ഘാടനം ചെയ്യുകയാണ്. ഇതാ ശക്തിധരൻ ബാക്കി പറയുന്നു, ഇതുകൂടി കേൾക്കണം. അമ്പമ്പോ ആണ്ടി തന്നെ പറയുകയാണ് ആണ്ടി മഹാനെന്ന്. ശക്തിധരൻ പറയാണ്. അതായത് നമ്മുടെ നാട്ടുമ്പുറത്തൊരു പറച്ചിലുണ്ട്, ആണ്ടി പറയും ആണ്ടി മഹാനാണെന്ന്. ഏതാണ്ടി? ഞാൻ തന്നെ ആണ്ടി എന്ന് പറയുന്ന ആണ്ടി തന്നെ പറയാണ് ആണ്ടി വലിയ മഹാനാണെന്ന്. അതുപോലെയാണ് പിണറായിയുടെ പ്രസംഗങ്ങളിലൊക്കെ പിണറായി മഹാനാണ്. ഞാനിങ്ങനെ ഒരു ആക്ഷൻ കാണിച്ചാൽ മതി, ശത്രുക്കൾ ഓടിമറയും. ഊരി നീട്ടിപ്പിടിച്ച വാളുകൾക്കിടയിലൂടെ, ഊരിപ്പിടിച്ച തീപ്പന്തങ്ങൾക്കിടയിലൂടെ ഇങ്ങനെ എന്താ പറയാ ഇന്ദ്രനും ചന്ദ്രനും വകവെക്കാതെ തല ഉയർത്തി വന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞ് പിണറായിയുടെ തള്ളുകളുണ്ടല്ലോ. ശക്തിധരൻ പറയുന്നു, അമ്പമ്പോ ആണ്ടി തന്നെ പറയുകയാണ് ആണ്ടി മഹാനെന്ന്. താൻ വലിയ അഭ്യാസിയും തല്ലുകാരനുമാണെന്ന് സ്വയം നടിക്കുന്ന ആണ്ടിയേ ശരണം
എന്ന് അടിമകൾ അപ്പോൾ ആർത്ത് വിളിച്ചോ എന്ന് അറിയില്ല. ഈ AKG സെന്ററിന്റെ ഉദ്ഘാടനത്തിന്റെ ഇടയിൽ അടിമക്കമ്മികളെല്ലാം കൂടി ആണ്ടിയേ ശരണം എന്ന് ശരണം വിളിച്ചോ എന്ന് പോലും സംശയമുണ്ട് എന്ന് പരിഹസിക്കുകയാണ്. കാരണം പിണറായി പറഞ്ഞിരുന്നത് എന്താണെന്നറിയോ? പിണറായി ഈ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു, ആര് വിചാരിച്ചാലും നടക്കില്ലെന്ന് കരുതിയ ഒരുപാട് കാര്യങ്ങൾ നടത്തിയവനാണ് ഞാൻ എന്ന് പിണറായി പ്രസംഗിച്ചിരുന്നു. ആര് വിചാരിച്ചാലും നടക്കാത്ത കാര്യം, ഒരിക്കലും നടക്കില്ലെന്ന് എല്ലാവരും പറയുന്ന കാര്യം, അത് നടത്തി കാണിച്ച ആളാണ് ഞാൻ എന്ന് ഈ ആണ്ടി പറഞ്ഞിരുന്നു. പിണറായി വിജയൻ എന്ന് പറയുന്ന ആണ്ടി. അതുകൊണ്ടാണ് പറയുന്നത്, ശക്തിധരൻ പറഞ്ഞത് അമ്പമ്പോ ആണ്ടി തന്നെ പറയുകയാണ് ആണ്ടി മഹാൻ എന്ന്. ഇത് കണ്ടപ്പോഴാണ് ജനക്കൂട്ടം ഒന്നിച്ച് ആണ്ടിയേ ശരണം എന്ന് പിണറായിക്ക് വിളിച്ചത്. അങ്ങനെ പിന്നാലെ നടന്ന് വിളിക്കണ്ടാവും, ആണ്ടിയേ ശരണം, ആണ്ടിയേ ശരണം. ഏതായാലും കൈക്കെത്തിയത് വായിക്കെത്താതെ പോയതിൽ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബിയുടെ മുഖത്ത് മ്ലാനത ഉണ്ടായിരുന്നെങ്കിലും കനമുള്ള ആസനം താങ്ങുന്നതിൽ ആനന്ദം കൊള്ളുന്ന ബാലന് ഇന്നലത്തെ വേദിയിൽ നിൽക്കാനായതിൽ ചാരിതാർത്ഥ്യം ഏറെയായിരുന്നു. എല്ലാറ്റിനും നന്ദി കാരണഭൂതനോട് AK ബാലൻ അവിടെ നിൽക്കാനൊരു അവസരം കൊടുത്തു എന്നുള്ളതാണ് നമ്മുടെ ശക്തിധരൻ സൂചിപ്പിക്കുന്നത്. ഒരു രഹസ്യം പറയട്ടെ, ഈ പോസ്റ്റില് വളരെ 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 രൂക്ഷമായിട്ടാണ് ശക്തിധരൻ വിമർശിക്കുന്നത് കേട്ടോ. ഒരു രഹസ്യം പറയട്ടെ, TP ചന്ദ്രശേഖരനെ വെട്ടിയാൽ മതി, മുറിക്കണ്ടായിരുന്നു എന്ന് കുഞ്ഞനന്ദനോട് അന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇതേ സ്ഥലത്ത് ഒന്നിന് പകരം 1, 2, 3 എന്ന് 3 സൗധങ്ങൾ വേണമെങ്കിലും പടുത്തുയർത്താമായിരുന്നില്ലേ വിജയ എന്ന് ശക്തിധരൻ ചോദിക്കുകയാണ്. TPയെ 51 വെട്ടി കൊല്ലണം എന്ന് പറയുന്നതിന് പകരം വെട്ടിയാ മതി, കൊല്ലേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ 1 അല്ല 2 അല്ല 3 AKG സെന്ററുകൾ പടുത്തുയർത്താമായിരുന്നില്ലേ എന്ന് പറഞ്ഞാൽ ഈ പാർട്ടിയെ ഇത്രമേൽ അധപ്പതിപ്പിച്ചത്, പാർട്ടിക്ക് ഇത്രമേൽ അപമാനം വരുത്തി വെച്ചത് പിണറായി വിജയന്റെ ഈ നിലപാടുകളായിരുന്നില്ലേ എന്ന് ഒരു മറയുമില്ലാതെ ശക്തിധരൻ പറയുകയാണ്. മറ്റൊന്നുകൂടി പറയുന്നു, 51ാമത്തെ വെട്ട് വേണ്ടെന്ന് വെച്ചിരുന്നുവെങ്കിൽ കഷ്ണങ്ങളായ വിരിമാറിൽ KK രമ ഒരു വേള തലചായ്ക്കുന്നത് കാണേണ്ടി വരുമെന്നേ ഉള്ളായിരുന്നു എന്ന്. ആ വെട്ടുകളുടെ എണ്ണം കുറച്ചിരുന്നെങ്കിൽ ആ വിരിമാറിലൊന്ന്, തന്റെ പ്രിയതമന്റെ വിരിമാറിലൊന്ന് മുഖം ചേർത്ത് വെച്ച് KK രമക്ക് കരയാമായിരുന്നു. അതിനു പോലും പിണറായി വിജയ നീ സമ്മതിച്ചില്ലല്ലോ എന്ന് ശക്തിധരൻ പറയുകയാണ്. കാലയവനികൾക്ക് പിന്നിലേക്ക് കാരണഭൂതൻ മറഞ്ഞാൽ ഇനി കെട്ടുന്നതിൽ ഒരെണ്ണം പേരക്കുട്ടിക്ക് ഇഷ്ടദാനം കൊടുത്തേക്കണം എന്ന് അടിമകൾ തന്നെ പറയുമല്ലോ. ശക്തിധരൻ പറയാണ്, ഇനി ഒരു AKG സെന്റർ നിലവിലുണ്ട്. ഇപ്പൊ രണ്ടാമത് വേറൊന്ന് ഈ ബഹുനില 9 നില ശീതീകരണ മന്ദിരമൊക്കെ ഉണ്ടാക്കിക്കുന്നത്. ഇനി വേണമെങ്കിൽ പിണറായി വിജയൻ ഒന്നും കൂടി ഉണ്ടാക്കും. എന്നിട്ട് ആ ഒന്ന് തന്റെ പേരക്കുട്ടിക്ക് ഇഷ്ടദാനമായി കൊടുക്കുക എന്ന് പറഞ്ഞാൽ CPMന്റെ സ്വത്ത് മുഴുവനും പിണറായിയാണ് ഇനി കൈകാര്യം ചെയ്യേണ്ടത്. ഇതിന്റെ അഡ്രസ് വെച്ചിട്ടാണല്ലോ മോള് മറ്റേ പാട്ടക്കമ്പനി തുടങ്ങിയത്. പാട്ടകുലിക്ക് സമരം എന്നൊക്കെ നമ്മുടെ പടുമരം പറഞ്ഞെങ്കിലും യഥാർത്ഥത്തിൽ പാട്ടക്കമ്പനി ആയിരുന്നല്ലോ ഈ വീണയുടേത്. അതും പറയുന്നുണ്ട് ശക്തിധരൻ. അതായത് കാലയവനികൾക്ക് പിന്നിലേക്ക് കാരണഭൂതൻ മറഞ്ഞാൽ ഇനി കെട്ടുന്നതിൽ ഒരെണ്ണം പേരക്കുട്ടിക്ക് ഇഷ്ടദാനം കൊടുത്തേക്കണമെന്ന് അടിമകൾ തന്നെ പറയുമല്ലോ. ഏതായാലും അടിമകളുടെ വിയർപ്പിന്റെ മണം അതിൽ ഉണ്ടാകാനിടയില്ല. എന്തായാലും അടിമക്കമ്മികളുടെ ഒന്നും വിയർപ്പിന്റെ മണം ഈ AKG സെന്ററിൽ ഉണ്ടാവാനിടയില്ല. കാരണം എന്താണെന്നറിയോ? ഫാരീസ് അബൂബക്കറും മദാനിയും അംബാനിയും ഡസൻ കണക്കിന് പഞ്ചനക്ഷത്ര ഹോട്ടൽ ഉടമകളും കൂറ്റൻ തോട്ടമുടമകളും പടുകൂറ്റൻ കരാറുകാരും ചാനൽ പ്രഭൃതികളും കണ്ണത്താ ദൂരം ദേശീയപാതയെ മെഴുകി മോടിയാക്കി വരും കയ്യേച്ച് നൽകിയ മാസപ്പടിക്കാരും ശതകോടികളും എല്ലാം തിരിച്ചു കിട്ടണമെന്നും വീണാ വിജയൻ അർഹതപ്പെട്ടതാണെന്നും അവകാശപ്പെട്ടാൽ അതിനെ ആർക്ക് തടയാൻ പറ്റും? ഇതൊക്കെ അവകാശം വീണാ വിജയനാണ്. കാരണം ഇതിന്റെയൊക്കെ അവകാശം വീണാ വിജയനാണ്. വീണാ വിജയന് കിട്ടുന്ന മാസപ്പടി പോലെയാണ് ഇത്തരത്തിലുള്ള സഹായങ്ങൾ എന്ന് പറയുകയാണ് നമ്മുടെ ശക്തിധരൻ. അതുകൊണ്ടല്ലേ എക്സാലോജിക് എന്ന മാടക്കടയുടെ പേര് ഇപ്പോഴും AKG സ്മാരക ചുമരിൽ പതിച്ചു വെച്ചിരിക്കുന്നത്. എക്സാലോജിക് എന്ന് പറയുന്ന മാടക്കട ഇതാ ഏറ്റവും പുതിയ നമ്മുടെ കുറ്റപത്രത്തിൽ, നമ്മുടെ SFIയുടെ കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് വീണാ വിജയൻ തന്നെയാണ് എക്സാലോജിക് എന്ന് പറയുന്നത്. ഒരു കറക്ക് കമ്പനി ആയിരുന്നു അത്ര എക്സാലോജിക് എന്ന് പറയുന്നത്. നമ്മൾ വിചാരിക്കുന്ന പോലെ വലിയ സോഫ്റ്റ്വെയർ കമ്പനി ഒന്നുമില്ല എക്സാലോജിക് ആകെ വീണാ വിജയൻ തന്നെ ഉണ്ടാവുള്ളൂ. ഒരു പാട്ടക്കമ്പനി എന്താ പറയാ, ഒരു മാടക്കട പോലുള്ള ഒരു കടയായിരുന്നു എക്സാലോജിക്. ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ, ഒരു പരിപാടി അവിടെ നടക്കുന്നില്ല. ആകെ അക്കൗണ്ടിലേക്ക് പൈസ വരുത്തിക്കാൻ വേണ്ടിയിട്ട്, മാസപ്പടി പിരിക്കാൻ വേണ്ടിയിട്ട്. സാധാരണ ഈ ഗുണ്ടകളൊക്കെ നമ്മുടെ ഏതൊരു സിനിമയിലുണ്ടല്ലോ, നമ്മുടെ കത്തി കാണിച്ചിട്ട് കിരീടത്തിലാണെന്ന് തോന്നുന്നു ഈ ഗുണ്ടയായിട്ട് നമ്മുടെ ആരാണ് അതിൽ വരുന്നതപ്പ
പേര് മറന്നുപോയി, ഒരു കഥാപാത്രം ഉണ്ടല്ലോ കത്തിയൊക്കെ വീശിട്ട് പൈസ പിരിപ്പിക്കാൻ വേണ്ടി ചന്തയിൽ പോകുന്നത്. അപ്പൊ ഇതേപോലെയാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന ഗുണ്ടയുടെ ഭരണകാലത്ത് പണപ്പിരിവുമായിട്ട് പൈസ പിരിപ്പിക്കാൻ വേണ്ടിയിട്ട് വീണ വിജയൻ ഇറങ്ങിയിരിക്കുന്ന ഒരവസ്ഥയാണ് എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് ജി ശക്തിധരൻ. AKG സ്മാരക എന്ന മാടക്കടിയുടെ പേര്, എക്സാലോജിക് എന്ന മാടക്കടിയുടെ പേര് ഇപ്പോഴും AKG സ്മാരക ചുമരിൽ പതിച്ചു വെച്ചിരിക്കുന്നത് കാരണഭൂതൻ പെട്ടെന്ന് തട്ടിപ്പോയാൽ മറ്റാരും അവകാശം ചോദിച്ചു വരരുത്, കാരണഭൂതൻ എങ്ങാനും പെട്ടെന്ന് തട്ടിപ്പോയാൽ ആരും അവകാശം ചോദിച്ചു വരരുത് എന്ന് വിചാരിച്ചിട്ട് വീണ നേരത്തെ തന്നെ AKG സെന്റർ തന്റെ മാടക്കടയുടെ അഡ്രസ് AKG സെന്റർ ആയിട്ടാണ് കൊടുത്തത് എന്ന് പറഞ്ഞാൽ AKG സെന്ററിന്റെ സ്ഥാപന ജംഗമ സ്വത്തുക്കളൊക്കെ അവസാനം വീണ വിജയന് കിട്ടുന്ന അർത്ഥം. ആ രീതിയിലൊക്കെയാണ് ശക്തിധരൻ ഈ കാര്യം പറയുന്നത്. എന്നിട്ട് ഒരു കാര്യം കൂടി പറയുന്നു, EMS-ഉം ബസുവും റിബനും ദശരഥ് ദേവും മണിക് സർക്കാരും VS-ഉം നായനാരും മറ്റും പടിയിറങ്ങിയതുപോലെ അല്ലല്ലോ ആമാടപ്പെട്ടികളിൽ രാജാക്കന്മാർ കൊടുത്ത പവിഴവും സ്വർണവും പവനും നിറച്ച് കാരണഭൂതൻ ഇറങ്ങുന്നത്. കാരണഭൂതൻ ഇറങ്ങി വരുന്നത് VS ഇറങ്ങിയ പോലെ, EMS ഇറങ്ങിയ പോലെ, മണിക് സർക്കാർ ഇറങ്ങിയ പോലെ ഒന്നുമല്ല കാരണഭൂതൻ ഇറങ്ങാൻ പോകുന്നത്. കാരണം കാരണഭൂതന് ഒരുപാട് പവിഴച്ചെപ്പും സ്വർണ്ണച്ചെപ്പും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. കേസൊന്നും എവിടെയും പോയിട്ടില്ല. ഇപ്പൊക്കെ സഖാക്കന്മാർ പറയുന്നുണ്ടല്ലോ മറ്റേ സ്വർണ്ണക്കടത്ത്, ബിയാണി ചെമ്പിലെ സ്വർണം ഒക്കെയുണ്ട് എന്ന് തന്നെയാണ് ശക്തിധരൻ പറയുന്നത്. അതിൽ അഭിമാനം കൊള്ളുന്നവരല്ലേ അടിമസന്തതികൾ. അടിമസന്തതികൾ ഇതിൽ അഭിമാനം കൊള്ളുന്നവരാണ്. ഞാൻ നേരത്തെ കഴിഞ്ഞ ദിവസം നമ്മുടെ OV വിജയന്റെ ധർമ്മപുരാണത്തിലെ ചില പരാമർശങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ചില ആളുകളൊക്കെ പറയുന്നത് ഈ അധമമായ വാക്കുകൾ പ്രയോഗിച്ചു എന്നാണ്. ഈ നമ്മുടെ OV വിജയന്റെ ധർമ്മപുരാണത്തിലെ വാക്കുകൾ അധമങ്ങളല്ല, വളരെ സത്യസന്ധമായ വാക്കുകളാണ്. ആ വാക്കുകൾ തന്നെയാണ് ഇവിടെ ശക്തിധരൻ പറയുന്നത്, അത് ഉപയോഗിക്കുന്നത്. എന്നിട്ട് ശക്തിധരൻ എന്നെ പറയുന്നു, എന്തിനാണ് ധർമ്മപുരാണത്തെ അനുസ്മരിക്കുന്ന ഭാഷയിൽ ഞാൻ എഴുതുന്നത് എന്ന് ചോദിക്കാം. ശരിയാണ് സുഹൃത്തെ, അതാണ് ഈ കാലത്തിന്റെ ഭാഷ. ഈ കാലത്തിന്റെ ഭാഷ എന്ന് പറയുന്നത് ധർമ്മപുരാണത്തിന്റെ ഭാഷയാണ്. നമ്മൾ ഈ സോഫ്റ്റ് ആയിട്ട് സംസാരിച്ചുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. ഇപ്പോഴത്തെ അന്തംഗമ്മികളെ വിമർശിക്കണമെങ്കിൽ, ഇപ്പോഴത്തെ ഈ പറയുന്ന അന്തംഗമ്മികളെ വിമർശിക്കണമെങ്കിൽ പിണറായി വിജയന്റെ അമേദ്യം തിന്നുന്ന, അങ്ങനെ തന്നെ പറയണം, പിണറായി വിജയന്റെയും വീണ വിജയന്റെയും അമേദ്യം നക്കി തിന്നുന്ന ഈ അന്തംഗമ്മികളെ വിമർശിക്കണമെങ്കിൽ ഈ OV വിജയന്റെ ധർമ്മപുരാണത്തിന്റെ ഭാഷ നമുക്ക് കടമെടുക്കേണ്ടിയിരിക്കുന്നു. അല്ലാതെ നല്ല ഭാഷയിൽ സംസാരിച്ചാൽ ഇവർക്ക് മനസ്സിലാവില്ല. ആ ഭാഷ തന്നെ വേണം എന്ന് ശക്തിധരനും പറയുകയാണ്. അതാണ് ഈ കാലത്തിന്റെ ഭാഷ, അതാണ് OV വിജയൻ പഠിപ്പിച്ചത്. നമ്മുടെ ശക്തിധരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വീണ്ടും നീണ്ടുപോകുന്നുണ്ട്. ഞാനത് വേറൊരു വീഡിയോയിൽ മുഴുവനായിട്ട് പറയാം. ഏതായാലും ഇങ്ങനെയൊക്കെ ഓർമ്മിപ്പിക്കാൻ, ഇങ്ങനെയൊക്കെ പറയാൻ ജി ശക്തിധരൻ തന്നെയെങ്കിലും ഉണ്ടല്ലോ എന്ന് പറയുന്ന ഒരു ആശ്വാസമാണ് നമുക്കുള്ളത്. ഇന്നത്തെ പത്രങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം നടന്ന ഇസ്ലാമിക ഭീകര ആക്രമണത്തിന്റെ തുടർച്ചയായ, അത് സംബന്ധിച്ച് ഇന്ത്യ എടുക്കുന്ന ചില നിലപാടുകളെ സംബന്ധിച്ച് അതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാക്കിയത്. പിന്നെ ആ നിരപരാധികളായ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കഥകൾ, അങ്ങനെയൊക്കെ പോകുന്നു ഇന്നത്തെ പത്രത്തിലെ പ്രധാന വാർത്തകൾ. ഇതിനിടയിലും നമ്മളെ ആകുലപ്പെടുത്തുന്നത് എന്താന്ന് വെച്ചാൽ, തീവ്രവാദത്തിന് മതമില്ല എന്ന് ഒരു കൂട്ടർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ കൺമുന്നിൽ നമ്മൾ കാണുന്നു തീവ്രവാദത്തിന് മതമുണ്ട്. ആ മതം ഇസ്ലാം മതമാണ്. ഇസ്ലാം തീവ്രവാദമാണ്, ഇസ്ലാം ഭീകരതയാണ്. പക്ഷെ അത് ആരും പറയുന്നില്ല. ഞാൻ ആരും പറയുന്നില്ല എന്ന് പറയുന്നത് അങ്ങനെ ആരും എന്നല്ല, പലരും അത് പറയാൻ മടിക്കുന്നു, പറയാൻ ഭയപ്പെടുന്നു. മാധ്യമങ്ങൾ, രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ. ശശി തരൂരിന്റെ ഒരു പ്രസ്താവന കണ്ടു കേട്ടോ. ഈ ഭീകര ആക്രമണത്തെ, ഇസ്ലാമിക ഭീകര ആക്രമണത്തെ അധിക്ഷേപിച്ചുകൊണ്ട് ശശി തരൂർ വളരെ വ്യക്തമായി അദ്ദേഹത്തിന്റെ എക്സിൽ കൊടുത്ത അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഈ ഇസ്ലാമിക് ടെററിസ്റ്റ് എന്ന് തന്നെയാണ് പറയുന്നത്. ഇസ്ലാമിക് ടെററിസ്റ്റിന്റെ ഈ ആക്രമണത്തെ അദ്ദേഹം അതിനിശ്ചിതമായി വിമർശിക്കുന്നുണ്ട്. പക്ഷെ കോൺഗ്രസിലെ മറ്റു നേതാക്കന്മാരൊന്നും പാകിസ്ഥാന്റെ സഹായത്തോടെ നടന്ന ഒരു ഭീകരാക്രമണം എന്നുള്ളതല്ലാതെ ഇത് മതം ചോദിച്ച് പേര് ചോദിച്ച് മുസ്ലിങ്ങളെ ഒഴിവാക്കിക്കൊണ്ട്, ഇസ്ലാമികളെ ഒഴിവാക്കിക്കൊണ്ട് ഹൈന്ദവർക്ക് നേരെ നടക്കുന്ന ഒരു വംശഹത്യ എന്ന് തന്നെ പറയട്ടെ. കാശ്മീരിൽ നിങ്ങൾ അറിയാലോ, കാശ്മീർ പണ്ഡിറ്റുകളെ വംശഹത്യ ചെയ്തതിന്റെ നടുക്കുന്ന ഓർമ്മകൾ നമുക്ക് മുമ്പിലുണ്ട്. അതിന്റെ ഒരു തുടർച്ച എന്നോണമാണ് വീണ്ടും തുടങ്ങിയത്. വീണ്ടും ഇവിടെ ഒരു വർഗീയ കലാപം ഉണ്ടാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ പാകിസ്ഥാനിൽ പരിശീലനം നേടിയ, ഇത് പാകിസ്ഥാൻ സർക്കാരിന്റെ പിന്തുണയോടെയാണോ അല്ലെങ്കിൽ അവരാണോ ഇതിന്റെ പിന്നിൽ എന്നുള്ളതൊക്കെ വളരെ വ്യക്തമായ അത്തരം കാര്യങ്ങളൊന്നും അറിവായിട്ടില്ല. ആകെ അറിയാവുന്നത് ലഷ്കർ-ഇ-തയ്യബയുടെ നിഴൽ സംഘടനയായ
TRF എന്ന് പറയുന്ന ഭീകര സംഘടന ഇതിന് ഉത്തരവാദിത്വം ഏറ്റെടുത്തു എന്നാണ് നമ്മൾ അറിയുന്ന ഒരു കാര്യം. ഇപ്പോ കൂടുതൽ എന്താ പറയാ അന്വേഷണത്തെ തുടർന്ന് മനസ്സിലാവുന്നത് ഇന്ത്യക്കകത്ത് തന്നെയുള്ള ചില വിധ്വംസക ശക്തികൾ അവരും ഈ ഭീകര ആക്രമണത്തിന് പിന്നിലുണ്ട് എന്ന് പറഞ്ഞാൽ മുഴുവൻ വിദേശികളല്ല, ഈ ഇന്ത്യക്കാരായ കാശ്മീരിലെ തന്നെയുള്ള ആളുകളും ഈ ഭീകര പ്രവർത്തനത്തിന്റെ അല്ലെങ്കിൽ ഈ ഭീകര ആക്രമണത്തിന്റെ പിന്നിലുണ്ട് എന്ന് പറയുന്ന നടുക്കുന്ന വാർത്തകളാണ്. മറ്റൊന്ന് പറഞ്ഞത് ഹമാസ്, നമ്മളിവിടെ ഹമാസിന് വേണ്ടി മുദ്രാവാക്യം വിളിച്ച സഖാക്കളും ഹമാസിന് വേണ്ടി മുദ്രാവാക്യം വിളിച്ച സുഡാപ്പികളും സഖാക്കളും ഒക്കെ ഉള്ള നാടാണിത് എന്ന് ഓർക്കണേ. ഹമാസിന്റെ നേതാക്കന്മാർ, ഹിസ്ബുള്ളയുടെ നേതാക്കന്മാർ, ഹൂദികളുടെ നേതാക്കന്മാർ, ഇവരുടെയൊക്കെ ആരാധകരാണ് കേരളത്തിലുള്ളത്. യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്ന കഴിഞ്ഞ ദിവസം നമ്മുടെ ഡോക്ടർ ആരിഫ് ഹുസൈൻ പറഞ്ഞൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വളരെ ശ്രദ്ധേയമായി തോന്നി. അതായത് ഈ ആക്രമണം നടത്തിയത് പാകിസ്ഥാനിൽ നിന്ന് വന്ന തീവ്രവാദികൾ, പാകിസ്ഥാനിൽ നിന്ന് വന്ന ഇസ്ലാമിക ടെററിസ്റ്റ് ആണ് എന്ന് പറയുന്നതിൽ നിന്ന് വലിയ അർത്ഥമൊന്നുമില്ല. അങ്ങനെ ഇസ്ലാമിക ടെററിസത്തിന് പാകിസ്ഥാനെന്നോ അഫ്ഗാനിസ്ഥാനെന്നോ അല്ലെങ്കിൽ എന്താ പറയാ സിറിയ എന്നോ ലെബനനെന്നോ അല്ലെങ്കിൽ ഗാസയെന്നോ പലസ്തീനെന്നോ ഇസ്രായേൽ എന്നോ അങ്ങനെ ഒരു വകഭേദമൊന്നുമില്ല. അവർക്ക് എവിടെയാണോ അവർക്കൊരു താവളം കിട്ടുന്നത് അത് ഇസ്ലാമിക രാജ്യമാക്കാൻ വേണ്ടി നടക്കുന്നവരാണ് ഇസ്ലാമിക ഭീകരവാദികൾ. യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ, കേരളത്തിൽ, പ്രത്യേകിച്ചും കേരളത്തിൽ ഈ ഇത്തരത്തിലുള്ള ഛിദ്രശക്തികളെ, ഇത്തരത്തിലുള്ള ഇസ്ലാമിക ഭീകരവാദികളെ പാലൂട്ടി വളർത്തുന്നത് യഥാർത്ഥത്തിൽ ഇവിടുത്തെ കോൺഗ്രസ്സുകാരും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരുമാണ്. പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇവരെടുക്കുന്ന ഓരോ നിലപാടുകളും, അതായത് കേരളത്തിലെ കോൺഗ്രസ്സുകാർ കേരളത്തിലെ കോൺഗ്രസ്സുകാർ എന്ന് പ്രത്യേകിച്ച് പറയുന്നില്ല, കോൺഗ്രസ് പ്രസ്ഥാനം, CPM പിന്നെ കേരളത്തിൽ മാത്രമായി ഒടുങ്ങിപ്പോയ ഒരു പാർട്ടിയാണല്ലോ CPM എന്ന് പറയുന്നത്. അപ്പൊ CPM-ഉം കോൺഗ്രസും അവരെടുക്കുന്ന നിലപാടുകൾ യഥാർത്ഥത്തിൽ ഇസ്ലാമിക ഭീകരവാദികളെ പാലൂട്ടുന്നതാണ്. അവരെടുക്കുന്ന ഓരോ നിലപാടുകളും നിങ്ങൾ നോക്കിയാൽ മതി. ഇപ്പൊ വഖഫിന്റെ പ്രശ്നത്തിലാവട്ടെ, അതിനു മുമ്പേ പൗരത്വ ഭേദഗതി പ്രശ്നത്തിലാവട്ടെ, എന്താ പറയാ ഏകീകൃത സിവിൽ കോഡിന്റെ പ്രശ്നത്തിലാവട്ടെ, ഇങ്ങനെ ഓരോരോ പ്രശ്നം എടുക്കുമ്പോഴും ഇവരൊക്കെ ലക്ഷ്യമിടുന്നത് മുസ്ലിം വോട്ടുകളാണ്. അപ്പൊ മുസ്ലിം വോട്ടുകൾ ലക്ഷ്യമിടുന്നതിന്റെ ഭാഗമായി, മുസ്ലിങ്ങളെ വളരെ പ്രീണിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് സ്വാഭാവികമായും ഇവർ ഇത്തരത്തിലുള്ള ഇസ്ലാമിക ഭീകരവാദികളെ വെള്ളപൂശുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പഹൽഗാമിൽ നടന്ന ഈ ഇസ്ലാമിക ഭീകരാക്രമണം ഇവരാരും പറയുന്നില്ല. വെറും ഭീകരാക്രമണമാണ്. അതിൽ മതം ഇല്ല എന്ന് നമ്മൾക്ക് പറയാൻ പറ്റില്ല. മതമുണ്ട്. ഇങ്ങനെ നമ്മൾ തുറന്നു പറഞ്ഞാൽ മാത്രമേ ഇത്തരത്തിലുള്ള ഛിദ്രശക്തികളെ നമുക്ക് അകറ്റി നിർത്താൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇവരെ അടിച്ചു തോൽപ്പിക്കാൻ പറ്റുള്ളൂ. ആരാണ് ഇതിന്റെ പിന്നിൽ ഇസ്ലാമിക തീവ്രവാദികളാണ് എന്നുള്ളത് വളരെ സ്പഷ്ടമാണ്. ഇവർ മതം ചോദിച്ച് ഏതാണ്ട് ഇന്ന് ഇറങ്ങിയ പത്രങ്ങൾ, ഞാൻ ഓരോ പത്രങ്ങൾ നിങ്ങൾക്ക് കാണിക്കാം. ഇന്നിപ്പോ മാതൃഭൂമി ഉൾപ്പെടെയുള്ള പത്രങ്ങൾ, കേരള കൗമുദി ഇന്നലെ തന്നെ സത്യങ്ങൾ പറയാൻ തുടങ്ങിയിരുന്നു. കേരള കൗമുദി ഇന്ന് മാതൃഭൂമിയും തുടങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ മറ്റു പത്രങ്ങളും തുടങ്ങിയിരിക്കുന്നു. ഞാൻ അത്ഭുതപ്പെട്ടു പോയത് മാധ്യമം പത്രമാണ് കേട്ടോ. മാധ്യമം പത്രം എന്തൊക്കെയാണെങ്കിലും മാധ്യമം പത്രവും പറയുന്നു അവിടെ മതം ചോദിച്ച് പേര് ചോദിച്ച് ID കാർഡ് ചോദിച്ചിട്ടാണ് വെടിവെച്ച് കൊല്ലുന്നത്. മുസ്ലിം അല്ല എന്ന് മനസ്സിലാക്കിയിട്ട് മുസ്ലിം ഇതരരെ, പ്രത്യേകിച്ചും ഹൈന്ദവരെ ഉന്മൂലനം ചെയ്യുന്നു. നമ്മൾ നേരത്തെ ഗുജറാത്തിലൊക്കെ ഈ മുസ്ലിം വംശീയ ഹത്യ എന്നൊക്കെയാണല്ലോ സാധാരണപ്പെട്ട കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. സഖാക്കന്മാരും കോൺഗ്രസ്സുകാരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഗുജറാത്തിൽ നടന്ന മുസ്ലിം വംശീയ ഹത്യ. യഥാർത്ഥത്തിൽ ഗുജറാത്ത് കലാപത്തിൽ മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ട പോലെ തന്നെ ഹിന്ദുക്കളും കൊല്ലപ്പെട്ടിട്ടുണ്ട്. മുസ്ലിങ്ങളും ഹിന്ദുക്കളും അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. പക്ഷെ പറയുന്നതാണ് മുസ്ലിം വംശീയ ഹത്യ, ഹിന്ദുത്വ ഭീകരർ. അപ്പൊ ഹിന്ദുത്വ ഭീകരർ എന്ന് ഇവർക്ക് പറയാൻ ഒരു ചലിപ്പുമില്ല, അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള മനസാക്ഷിത്വമില്ല. ഇവർക്ക് പറയാം ഹിന്ദുത്വ ഭീകരർ എന്ന് പറയാം, മുസ്ലിം വംശീയ ഹത്യ എന്ന് പറയാം. പക്ഷെ അതേസമയം ബഹൽഗാമിലുണ്ടായ ഈ തീവ്രവാദി ആക്രമണത്തിൽ അല്ലെങ്കിൽ ഭീകര ആക്രമണത്തിൽ ഒരിക്കലും ഇവർ പറയാൻ ധൈര്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ പറയാനുള്ള ഒരു ചങ്കൂറ്റം ഇവർക്കില്ല. ഇത് നടത്തിയത് ഇസ്ലാമിക ടെററിസ്റ്റുകളാണ്, ഇസ്ലാമിക തീവ്രവാദികളാണ്. ഇങ്ങനെ പറയാൻ എന്തിനു വേണ്ടി നിങ്ങൾ പേടിക്കണം? നമ്മൾ ഒരിക്കലും ഇസ്ലാമിനെയോ അല്ലെങ്കിൽ മുസ്ലിം വിഭാഗത്തെയോ കുറ്റപ്പെടുത്തുന്നില്ല. നമുക്ക് ഒരുപാട് നമ്മുടെ നാട്ടിൽ വളരെ വളരെ സൗഹൃദത്തോടെ, നമ്മുടെ നാട്ടിലല്ല കാശ്മീരിൽ തന്നെ നിങ്ങൾക്ക് അറിയാമോ, കാശ്മീരിൽ ഈ സംഭവം നടന്നതിന് ശേഷം ഹിന്ദുക്കളും മുസ്ലിങ്ങളും വളരെ ഐക്യത്തോടെ ഈ ഭീകരതയ്ക്കെതിരായ പ്രതിഷേധ പ്രകടനം നടത്തുന്നത് നമ്മൾ കണ്ടു. എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഏകോദര സഹോദരരെ പോലെ ജീവിക്കുന്ന നാടാണിത്.
പക്ഷേ ഇവിടുത്തെ തീവ്രവാദികൾ, തീവ്ര മനസ്സുള്ളവരാണ് ഇതിനൊക്കെ പിന്നിൽ. അവരെ നമ്മൾ തീവ്രവാദികൾ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു, ഇസ്ലാമിക ഭീകരവാദികൾ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം അവരെ അങ്ങനെയാണ് മതം ചോദിച്ചതാണ് ഈ വേട്ടയൊക്കെ നടത്തിയത്. നമുക്ക് നോക്കാം. ഇന്നിറങ്ങിയ പത്രങ്ങളിൽ വെച്ച് എനിക്ക് തോന്നുന്നു ഏറ്റവും ഗംഭീരമായ പത്രം എന്ന് പറയുന്നത് മാതൃഭൂമിയാണ്. മാതൃഭൂമിയുടെ 1-ം പേജ് പതിവ് പോലെ ജാക്കറ്റ് പേജ് പരസ്യമാണ്, അത് പോട്ടെ. മാതൃഭൂമി നമ്മളെ അത്ഭുതപ്പെടുത്തിയത്, ഇന്നത്തെ മാതൃഭൂമി ഒരു സ്പ്രെഡ് പേജുകൾ 2-ാം പേജും 3-ാം പേജും കൂടി ചേർന്നിട്ട്, സാധാരണ നമ്മുടെ ഈ സ്ക്രീനിലൊന്നും എന്താ പറയാ ഉൾക്കൊള്ളാവുന്നതിലും വലിയ പത്രമാണ്. 2 പേജുകൾ കൂട്ടിച്ചേർത്തിട്ടാണ് മാതൃഭൂമി ഈ പഹൽഗാമിലെ ചോരയ്ക്ക് മറുപടി എന്ന് പറയുന്ന ഈ തലക്കെട്ട് കൊടുത്തത്. എല്ലാവരും കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. മാതൃഭൂമി, പക്ഷേ മാതൃഭൂമി ഇങ്ങനെ എന്റെ ഒരു പരിചയത്തില് അടുത്ത കാലത്തൊന്നും മാതൃഭൂമി ഇങ്ങനെ ഇത്രയും വിശദമായി, സാധാരണ നമ്മൾ നടുവിൽ സെൻട്രൽ സ്പ്രെഡ് കൊടുക്കാറുണ്ട്. ഈ സെൻട്രൽ സ്പ്രെഡ് പോലെ ഈ 1-ാം പേജ് കഴിഞ്ഞുകൂടുമ്പോൾ തന്നെ 1-ാം പേജിൽ പരസ്യമായതുകൊണ്ട് ഈ 2-3 പേജുകൾ ചേർത്തിട്ടാണ് പഹൽഗാമിലെ ചോരയ്ക്ക് മറുപടി തിരിച്ചടിച്ച് ഇന്ത്യ എന്നാണ് തലക്കെട്ട് കൊടുത്തത്. 5 പോയിന്റുകൾ പറയുന്നു. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചു, നയതന്ത്ര പ്രതിനിധികളെ തിരിച്ചു വിളിച്ചു, പാക് സൈനിക ഉപദേഷ്ടാക്കളെ പുറത്താക്കി, സാർക്ക് വിസ ഇളവ് റദ്ദാക്കി, പാകിസ്ഥാൻ പൗരർക്ക് വിസ നൽകില്ല, വാഗ അട്ടാരി അതിർത്തി അടച്ചു. അങ്ങനെ 5 പോയിന്റുകൾ പറയുന്നു. പിന്നീട് ഇവിടെ നിലയ്ക്കുന്നില്ല നിലവിളികൾ എന്ന് പറഞ്ഞിട്ട് ഈ ഭീകര ആക്രമണത്തിന് ഇരയായ ഇവരുടെ കുടുംബാംഗങ്ങളുടെ മുഖഭാവങ്ങൾ അല്ലെങ്കിൽ ഇവരുടെ സങ്കടക്കെട്ടുകളൊക്കെയാണ്, അതിലെ പടങ്ങളാണ് കൊടുത്തത് ഒരു ഭാഗത്ത്. പിന്നീട് പാക് പരിശീലനം ലഭിച്ച ഭീകരർ, അങ്ങനെ ഒരു സ്റ്റോറി ഉണ്ട്. പാക് പരിശീലനം ലഭിച്ച ഭീകരരാണ് ഇതിന്റെ പിന്നിൽ. ഈ കണ്ണീരിന്റെ കാരണക്കാർ ആക്രമണത്തിന് പിന്നിൽ 4 ഭീകരരാണ്. 3 പേരും പാക് സ്വദേശികളാണ്. പക്ഷേ 2018 പാകിസ്ഥാനിൽ പോയി പരിശീലനം നേടിയ കശ്മീർ സ്വദേശികളായ ആദിൽ താക്കൂർ, ആസിഫ് ഷെയ്ഖ് എന്നിവർക്കൊപ്പം അടുത്തിടെയാണ് ഇവർ കശ്മീരിലെത്തിയത് എന്ന് പറഞ്ഞാൽ 2 പേര് സ്വദേശികൾ തന്നെയാണ് എന്നാണ് സംശയിക്കപ്പെടുന്നത്. അല്ലെങ്കിൽ അതിനുള്ള ഒരു വിവരമാണ് അന്വേഷണ സംഘത്തിന് കിട്ടിയത്. ഇതിന്റെയൊക്കെ പിന്നിൽ സൈഫുള്ള കസൂരിയാണ് എന്ന് പറയുന്ന ഒരു സ്റ്റോറി കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്നെ ഏറ്റവും അധികം ആകർഷിച്ച ഒരു സ്റ്റോറി എന്ന് പറയുന്നത് ഒറ്റക്കെട്ടായി കശ്മീർ ഇടനെഞ്ചിൽ ഇന്ത്യ എന്ന് പറഞ്ഞാൽ കശ്മീർ ആകെ മാറിയിരിക്കുന്നു. കാരണം കശ്മീരിൽ പഴയ പോലെ ഈ വംശീയ വിദ്വേഷമൊന്നും അവിടെ വിലപ്പോവില്ല. അവിടെ ഹിന്ദുക്കളും മുസ്ലിമുകളും വളരെ വളരെ ഐക്യത്തോടെയാണ് അവരവിടെ ജീവിക്കുന്നത്. ഏറ്റവും പ്രധാനം, ഈ ഒരു ഭീകരാക്രമണം ഉണ്ടായപ്പോൾ ഈ ആക്രമണത്തെ അപലപിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഭീകര ആക്രമണത്തെ അപലപിച്ചുകൊണ്ട് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒറ്റക്കെട്ടായി ഇതിനെ പ്രതിഷേധവുമായി രംഗത്തിറങ്ങി എന്ന് പറയുന്ന വാർത്ത. ഒറ്റക്കെട്ടായി കശ്മീർ ഇടനെഞ്ചിൽ ഇന്ത്യ. ആ വാർത്ത ഇങ്ങനെയാണ്: കൊല്ലപ്പെട്ടത് നാട്ടുകാരാണെങ്കിൽ പോലും ഞങ്ങൾ സഹിച്ചേനെ. വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ടത് കശ്മീരിനെ തകർക്കാനല്ലേ? ഇവിടേക്ക് ഇനി സഞ്ചാരികൾ ധൈര്യത്തോടെ കടന്നു വരാൻ എത്ര കാലമെടുക്കും? പഹൽഗാമിൽ ഭീകരർ വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ടതിന്റെ വേദനയും രോഷവും അടക്കാനാവാതെ അബ്ദുൾ ചോദിക്കുന്നു. കശ്മീരിലെ ഒറ്റക്കെട്ടായ വികാരമാണ് പാംചോറിൽ കട നടത്തുന്ന അബ്ദുൾ പ്രകടിപ്പിച്ചത്. ഇത് കാശ്മീരിന്റെ ഒറ്റക്കെട്ടായ വികാരമാണ്. കശ്മീരികൾ ഒറ്റക്കെട്ടായിട്ടാണ്, അല്ലെങ്കിൽ അവരെ വിഘടിപ്പിക്കാൻ ഇനി പറ്റില്ല, ഇനി കശ്മീരികളെ വിഘടിപ്പിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് കൂടിയാണ് ഈ ഒരു ഭീകര ആക്രമണം നമുക്ക് നൽകുന്നത്. എന്ന് പറഞ്ഞാൽ പഴയ പോലെ അങ്ങനെ, പ്രത്യേകിച്ചും ഒരുപക്ഷെ ഈ ഹിന്ദുക്കളെ ഹൈന്ദവരെ തെരഞ്ഞുപിടിച്ച് കൊന്നത് ഇവരെ പ്രകോപിപ്പിച്ചുകൊണ്ട് ഗുജറാത്തിലും അല്ലെങ്കിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ഒരു വർഗീയ കലാപം പൊട്ടിപ്പുറപ്പെടാൻ ഇത് സഹായിക്കട്ടെ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു വംശീയ വിദ്വേഷം ആളിക്കത്തിച്ചിട്ട് ഇവിടെ ഒരു വർഗീയ കലാപം ഉണ്ടാക്കാനുള്ള ശ്രമം കൂടിയായിരിക്കാം ഇതിന് പിന്നിൽ നടത്തിയത്. എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ മാത്രമല്ല, ഞാൻ നേരത്തെ ആരിഫ് ഹുസൈൻ ഒരു കാര്യം സൂചിപ്പിച്ചു, ഞാൻ മുഴുവനാക്കിയില്ല. ആരിഫ് ഹുസൈൻ പറഞ്ഞത് ഇസ്ലാമിക ടെററിസത്തിന് അങ്ങനെ പാകിസ്ഥാൻ എന്നോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളെന്നുള്ള വകഭേദങ്ങളൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. അത് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. കാരണം ഇതിന്റെ പിന്നിൽ ഇസ്ലാമിക ടെററിസം എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ. അത് ഏത് നാടുകളിലും അത് അതിൻ്റെതായ രൂപങ്ങളിൽ അതിൻ്റെതായ ഭാവങ്ങളിൽ തൽക്കാലത്തേക്ക് മാറുമെന്ന് മാത്രമേ ഉള്ളൂ. ഇതിന്റെ ബേസിക് ഐഡിയോളജി എന്ന് പറയുന്നത് ഇസ്ലാമിക് ഡോക്ട്രിൻ തന്നെയാണ്, ഇസ്ലാമിക തത്വങ്ങൾ തന്നെയാണ്. അതനുസരിച്ചാണ് ഇവർ ഭീകരത വളർത്തുന്നത് അല്ലെങ്കിൽ ഭീകരത പ്രചരിപ്പിക്കുന്നത്. ഇവരുടെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ: ലോകമെങ്ങും ഇസ്ലാമിക ഭരണം കെട്ടിപ്പടുക്കുക, അല്ലെങ്കിൽ ഇസ്ലാമിക ഭരണത്തിന്റെ കീഴിൽ ലോകത്തെ കൊണ്ടുവരിക എന്ന് പറയുന്ന ഒരു മൂഢവിശ്വാസവുമായിട്ടാണ് ഇറങ്ങിയത്. പക്ഷേ ഇതിനെ താലോലിക്കുകയാണ് നമ്മുടെ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ. അതാണ് ഏറ്റവും വലിയ ഭീകരത എന്ന് പറയുന്നത്. അതായത് ഈ ഭീകരത ഒരു ഭാഗത്ത് ഇങ്ങനെ വർദ്ധിക്കുമ്പോൾ ഇവിടെ ഇതിനെങ്ങനെ പാലൂട്ടി വളർത്തിയാണ്. കാരണം ഈ ഭീകരരെ ഇതിനു വേണ്ടിയിട്ടാണ്, ഈ ഭീകരരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ നടത്തുന്ന ഈ പ്രീണനങ്ങൾ മുഴുവനും. ആകെ ലക്ഷ്യം എന്താണ്? ആകെ ലക്ഷ്യം ഈ ഇലക്ഷനിൽ കുറച്ച് വോട്ട് കിട്ടണം,
ഈ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇവർ നടത്തുന്ന കോപ്രായങ്ങൾ, സഖാക്കളും ഈ കോൺഗ്രസ്സുകാർ നടത്തുന്ന, യഥാർത്ഥത്തിൽ ഇവരാണ് ഇത്തരത്തിലുള്ള ഭീകരവാദികൾക്ക് എന്ത് ചെയ്യുന്നത്, ശക്തി പകരുന്നത് എന്ന് തന്നെ വേണം പറയാൻ. അല്ലാതെ നമ്മൾ വെറുതെ പാകിസ്ഥാനെ കുറ്റപ്പെടുത്തിയിട്ടൊന്നും കാര്യമില്ല. പാകിസ്ഥാൻ ഇതിന്റെ പിന്നിൽ ഉണ്ടാവാം, അല്ലെങ്കിൽ ഇല്ലാതിരിക്കാം, അവിടെ പോയിട്ടാണ് ഭീകര പരിശീലനം നടത്തുക, ഒക്കെ ശരി തന്നെ. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള ഭീകരവാദികളെ വളരെ 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 പ്രകടമായിട്ട് തന്നെ ഇവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കുന്നത്, ഇവർക്ക് എല്ലാവിധ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അല്ലെങ്കിൽ ഇവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നത് എല്ലാം കൊണ്ടും നിങ്ങൾക്കറിയാലോ. ഈ വിദ്യാഭ്യാസ കാര്യത്തിലൊക്കെ, അതായത് കാരണമായിട്ട് ഈ ഏകീകൃത യൂണിഫോം, സ്കൂളുകളിലൊക്കെ ഏകീകൃത യൂണിഫോം എന്നുള്ള സംഭവം പോലും നമ്മൾ അതിൽ നിന്ന് പിന്നോട്ട് പോയി. സ്കൂൾ സമയം മാറ്റുന്നതിന്റെ കാര്യം, അതിൽ നിന്നും പിന്നോട്ട് പോയി. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക മതവിഭാഗത്തെ പ്രീതിപ്പെടുത്താനുള്ള അടവുകൾ മാത്രമാണ്. ഈ പ്രത്യേക മതവിഭാഗത്തെ എന്ന് പറയുന്നത് ആരെയാണ് പ്രത്യേക മതവിഭാഗം എന്ന് പറയുന്നത്? അതായത് ഇസ്ലാമിക വിഭാഗത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഇങ്ങനെ തൃപ്തിപ്പെടുത്തുമ്പോഴാണ് ഇതിനനുസരിച്ചാണ് ഇസ്ലാമിക തീവ്രവാദം ഇവിടെ അതിന്റെ ഒരു തണലിൽ എന്താ പറയാ ഇവരുടെ ഒരു പ്രവർത്തനം ആ രീതിയിൽ ആളി പടരുന്നത് എന്ന് തന്നെ വേണം കരുതാൻ.